വിധി നിരാശപ്പെടുത്തിയോ എന്നാണ് ചോദ്യം. ആൻറ്റോ, ഈ അതിജീവിതം അനുഭവിച്ച മാനസിക ആ ബുദ്ധിമുട്ടാണ് ഞാനിപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മാനസിക ബുദ്ധിമുട്ടാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. കേരളത്തിൽ ഇതുപോലൊരു വിധി ഒരു അതിജീവിതയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നമ്മളെപ്പോഴും അതിജീവിത എന്ന് പറയുന്നത് അവരനുഭവിച്ച ആ പീഡനം നമുക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ്, ജനങ്ങൾ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് അതിജീവിത എന്ന് പറയുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു വിധിയല്ല കേരളം പ്രതീക്ഷിച്ചിരുന്നത്. നമ്മളാരും ഒരു 50 വർഷം ശിക്ഷ മേടിച്ചു കൊടുക്കുക, ഒരു ജീവപര്യന്ത ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്ന ഉദ്ദേശത്തോട് പെരുമാറുന്ന ആൾക്കാരും അല്ല, അങ്ങനെ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്ന ഒരാൾ പോലും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്താ കാര്യം, നമ്മൾ എപ്പോഴും താരതമ്യം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതക കുറ്റത്തിൽ നമ്മൾ ഈ വധശിക്ഷ വരെ വിധിക്കുന്ന കേസുകളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ വിധിക്കുന്നത്? കാരണം അത് വിധിക്കാനുള്ള കാരണം ഒരാളെ കൊന്നതുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് ഈ നാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യമുള്ള ഒരാളെ കൊന്നിട്ടാണ് ഈ പറയുന്ന ശിക്ഷകളെല്ലാം വാങ്ങുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ഇതൊരു പാഠമാകണം. അല്ലെങ്കിൽ ഇതുപോലൊരു അതിജീവിതം ഇനി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഗ്യാങ് റേപ്പ് ഇനി നടക്കാൻ പാടില്ല. അത് മൊബൈലിൽ ചിത്രീകരിക്കാൻ പാടില്ല. കാരണം അതിനൊക്കെ ഏറ്റവും സാധ്യതയുള്ള സമയമാണ് ഈ കാലയളവ് എന്ന് പറയുന്നത്, ഈ കാലം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ഥലത്ത് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് എല്ലാവരും പറയുന്നത് തക്കതായ ശിക്ഷ കൊടുക്കണം എന്ന് പറയുന്നത്. ഈ തക്കതായ ശിക്ഷ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കുറഞ്ഞ ശിക്ഷ എന്ന് പറഞ്ഞാൽ തക്കതായ ശിക്ഷയല്ല എന്നുള്ളതാണ്. കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 8-ാം പ്രതി തുടങ്ങി 8-ാം പ്രതിനെയും 7-ാം പ്രതിനെയും 9-ാം പ്രതിനെയും ഒക്കെ വെറുതെ വിട്ടു എന്നുള്ളതാണ്. അപ്പം 8-ാം പ്രതിനെയും 7-ാം പ്രതിനെയും 9-ാം പ്രതിനെയും ഒക്കെ വെറുതെ വിടുന്ന സമയത്ത് എല്ലാവരും വിചാരിക്കുന്നത് എന്താണ്, ഇപ്പോൾ 1 തുടങ്ങി 6 വരെയുള്ള പ്രതികൾക്ക് തക്കതായ ശിക്ഷ കൊടുത്ത് അതെങ്കിലും ഒരു മെസ്സേജായി പുറത്തേക്ക് വരും എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഒരു മെസ്സേജ് അല്ല പുറത്തേക്ക് വരിക എന്നുള്ളതാണ്. വിധി കിട്ടാതെ വിധിയെക്കുറിച്ച് അഭിപ്രായം പറയരുതെന്ന് പറയും, വിധി പുറത്ത് വരാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്നതാണ്. ഇപ്പോൾ 1800 പേജുള്ള വിധിയാണെന്ന് പറയുന്നു. ഈ ആദ്യം 1800 പേജ് തപ്പിച്ച് നമുക്ക് ഒരു 300 പേജുള്ള ഒരു പേപ്പർ ബണ്ടിൽ നമ്മൾ വാങ്ങിയാൽ എത്ര ഉണ്ടാവും നമുക്കറിയാം അല്ലേ? അപ്പോൾ 1800 പേജുള്ള ഒരു പേപ്പർ വിധി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അതൊന്ന് പഠിച്ച് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ തന്നെ എത്ര സമയമെടുക്കും? ഇതൊരു ഓൺലൈൻ വിധിയാണെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡായിട്ട് പെട്ടെന്ന് നോക്കി അതിനെ കാര്യങ്ങൾ മനസ്സിലാക്കിയൊക്കെ ചെയ്യാം. ഇത് എല്ലാത്തിലും ഒരു പ്ലാനിങ് നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളുമാണ് നടന്നു വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഒരു കാര്യം ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, കേരളത്തിലെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിധി എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഇങ്ങനെയൊരു നീതി നടപ്പിലായി എന്ന് തോന്നുന്ന രീതിയിൽ ഒരു വിധി വരും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അങ്ങനെ ഒരു വിധിയല്ല. വിധി നിരാശാജനകമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഈ കാര്യത്തിനകത്ത് വേണ്ട എന്നുള്ളതാണ്. ഈ അതിജീവിതയെ സംബന്ധിച്ചത് അതിജീവിതയ്ക്ക് ഇങ്ങനെ എല്ലാ കാര്യം വിളിച്ചു പറയാൻ കഴിയില്ലല്ലോ. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വന്ന് പുറത്ത് പറയാൻ കഴിയുമോ? ഇപ്പം ഞാൻ പറയാം, എനിക്ക് നീതി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അതിജീവിതയ്ക്ക് നാളെ രാവിലെ ഒന്ന് പറയാൻ കഴിയില്ല. അതിജീവിതയ്ക്ക് പറയാൻ കഴിയുന്ന മേൽ കോടതികളിൽ പോവാം. എന്തിനാണെന്ന് ഈ കോടതിയിൽ പോകുന്നത്? ഇതുപോലെയുള്ള തിക്താനുഭവങ്ങൾ ഇനിയും മേടിക്കുക എന്നുള്ളതാണ്. ഒരു അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം അതിജീവിതൻ്റെ ഭാഗം പറയുന്നതും സ്റ്റേറ്റാണ്. സ്റ്റേറ്റ് അവരുടെ കാര്യങ്ങൾ പറയുക എന്നുള്ള, അതിജീവിതൻ്റെ വക്കീലിന് ഇപ്പോൾ ഒന്നും അവിടെ ചെന്ന് പറയാനോ ചെയ്യാനോ ഇല്ല. സ്റ്റേറ്റാണ് ഈ കേസ് നടത്തുന്നത്, അതിജീവിതയ്ക്ക് വേണ്ടി നടത്തുന്നത് സ്റ്റേറ്റാണ്. അപ്പോൾ ആ സ്റ്റേറ്റ് നീതി വാങ്ങിക്കൊടുക്കുന്നുണ്ടോ? സ്റ്റേറ്റ് നീതി കിട്ടുന്നില്ല. അപ്പോൾ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റാണ് പരാജയപ്പെടുന്നത് അല്ലേ? അതിജീവിതയ്ക്ക് വേണ്ടിയിട്ട് നീതി മേടിച്ചു കൊടുക്കാൻ സ്റ്റേറ്റിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പറയുക. അപ്പോൾ ആ സ്റ്റേറ്റ് എങ്ങനെ ഇനി മുന്നോട്ട് പോകും എന്നുള്ളതാണ്. ഇതിനകത്ത് വേറെ ഒന്നും ഇനി ആലോചിക്കാനില്ല കേട്ടോ. ഇപ്പോൾ ഈ ജഡ്ജി വിധി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, 6 പേരെ ശിക്ഷിച്ചിരിക്കുന്നു, ബാക്കി 4 പേരെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ ആ വിധി വന്നു കഴിഞ്ഞു. ഇനി അതിന് മേലെ അഭിപ്രായം പറഞ്ഞതുകൊണ്ടോ അഭിപ്രായം പറയാതിരുന്നുകൊണ്ടോ വിമർശിക്കാം എന്നുള്ളതിനേക്കാൾ അപ്പുറം അതിജീവിതയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുമോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പം ഹണി എം വർഗീസിനെ എന്ന് പറയുന്ന ജഡ്ജിനെ വളരെ രീതിയിൽ വിമർശിച്ചതുകൊണ്ടും വലിയ ഗുണമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം എന്താണ്, വിധി വന്നു കഴിഞ്ഞു. വിധി വന്ന് അവർ പറയേണ്ടത് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. 4 പേരെ വെറുതെ വിട്ടിരിക്കുന്നു, 6 പേരെ ശിക്ഷിച്ചിരിക്കുന്നു. ശിക്ഷ പോരാ, അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇനിയുള്ളത് പറയാൻ കഴിയുന്ന എവിടെയാണ്? മേൽക്കോടതി പോകുക എന്നുള്ളതാണ്. അതനുസരിച്ചുള്ള കാര്യങ്ങൾ സ്റ്റേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതിന് മേലെ നമ്മൾ ഈ പറയുന്ന ഇഴകീറി പരിശോധിച്ചിട്ട് ഇത് പുറത്തേക്ക് വന്നാൽ കൂടെ അത് ഗുണം ചെയ്യാൻ പോകുന്നത് ആർക്കാണ്? ദോഷം ചെയ്യാൻ പോകുന്നത് അതിജീവിതയ്ക്ക് തന്നെയായിരിക്കും. കാരണം ഈ കാര്യങ്ങൾ മുഴുവൻ ഇനി ഈ പറയുന്ന വലിച്ചു കീറി ഓരോ ഇഴകീറി പരിശോധിച്ച് മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ പുറത്തേക്ക് ജനങ്ങളിലേക്ക് ഇറക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് ഇനിയെങ്കിലും ഇതുപോലെയുള്ള ഞാൻ കുറേ നാളുകൾ കൂടിയിട്ട് ഈ വാദമാണ് കേട്ടത്. ഞാനിത് കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല, ഒരു ലൈവ് വാദം കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളുണ്ട്, പല കാര്യങ്ങളുണ്ട്. നമുക്കത് ആ അർത്ഥത്തിൽ പറയാൻ തോന്നുന്നില്ല. അപ്പം ആ അർത്ഥത്തിൽ പറയാൻ തോന്നാത്ത കാര്യത്തിൽ എനിക്ക് മനസ്സിലായ കാര്യം, സ്റ്റേറ്റ് വളരെ വിജിലൻ്റായി ഈ കാര്യത്തെ കൈകാര്യം ചെയ്യേണ്ട പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. വളരെ ലാഘവത്തോടുകൂടി കൈകാര്യം ചെയ്തു ഈ അർത്ഥത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ഇനി അത് പറയുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ കുറച്ചും കൂടെ അഗ്രസീവായി, കുറച്ചും കൂടെ പ്ലാനിങ്ങോട് കൂടിയിട്ട്, കുറച്ചും കൂടെ നല്ല രീതിയിൽ ഈ കേസ് നടത്തേണ്ടിയിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ എങ്കിൽ മാത്രമാണ്, അപ്പം അതിനനുസരിച്ചിട്ട് ഇപ്പം ഞാൻ പറയുന്നത് നമ്മൾ കൊടുക്കേണ്ട കാര്യം
നമ്മൾ പ്രോപ്പറായി കൊടുത്താലല്ലേ നമ്മൾ ഭാഗത്തുനിന്ന് കിട്ടുക എന്നുള്ളത്. അല്ലെ നമ്മളൊന്നും കൊടുക്കാതെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ, കാരണം എനിക്ക് തോന്നിയത് ഇപ്പം ജഡ്ജ്മെൻറ്റ് പറയുന്നതിന് മുൻപ് ആ ഹിയറിംഗ് നടക്കുന്ന സമയത്തിൻ്റെ ഒരു ആക്ടിൻ്റെ കാര്യമെടുത്ത് ജഡ്ജി വായിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട്, കാണുന്നുണ്ട് നമ്മളത്. കാരണം ആ ആക്ട് എടുത്തിട്ട് എന്താണ് പറയുന്നത് എന്നുള്ളത് 2013 ആക്ട് ഇങ്ങനെയല്ല എന്നുള്ള കാര്യം പറയുന്നത് ജഡ്ജി അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ അതിനു വേണ്ടി തർക്കിച്ച് പോവാണ്, എന്നിട്ട് അത് വിട്ടു കളഞ്ഞോളൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ 1% വരെയെങ്കിലും പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടറോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എന്താണെന്നറിയോ, നിങ്ങൾ ഇവിടുത്തെ ഹിയറിംഗ് എൻജോയ് ചെയ്തില്ലേ? യെസ് മൈ ലോഡ് എന്ന് പറയുകയാണ്. ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ ഒരു യെസ് മൈ ലോഡ് പറയേണ്ട സംവിധാനം അല്ല ഇന്നത്തെ വിധി വരാൻ പോകുന്നതും അങ്ങനെയല്ല. കാരണം നമ്മൾ എന്താണ് പറഞ്ഞിരിക്കുന്നത്, അണിയൻ വർഗീസ് എന്ന് പറയുന്ന ജഡ്ജി കാര്യമായി പറയുന്ന കാര്യങ്ങൾ, ഈ അതിജീവിതം പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്യുകയോ, 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ അവിടുന്ന് രാജിവെച്ച് പോയതാണ്, 3ാമത്തെ ആളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളിലും അപ്പം ഞാൻ പറയുന്നത് ഇത് കുറച്ചും കൂടി ഇനി ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം, അതിജീവിതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് സ്റ്റേറ്റിനെ ചെയ്യാനുള്ളൂ, ഒന്നും വേറെ ചെയ്യാനില്ല. സ്റ്റേറ്റ് പ്രോപ്പറായി ഇതിനൊരു പ്ലാനിങ്ങോട് കൂടി എല്ലാ വിധികളും പ്രോപ്പർ സ്റ്റേറ്റെങ്കിലും പഠിക്കണം, പ്രോപ്പറായിട്ട് പഠിക്കുക, പ്രോപ്പറായി പഠിച്ച് അതിനനുസരിച്ച് മേൽക്കോടതി പോയി അതിന് എന്താ ചെയ്യാൻ കഴിയുക എന്നുള്ളത് നോക്കുക, അല്ലാതെ വേറെ മാർഗ്ഗമില്ല. അപ്പം ഞാൻ വിചാരിക്കുന്ന അതിജീവിതം ഉദ്ദേശിക്കുന്നത്ര നമ്മൾക്കും പൊതുജനങ്ങൾക്കും വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ വിധി വരേണ്ടത്. പക്ഷെ അതിജീവിതയ്ക്ക് തോന്നണം എന്നെ ഇതുപോലെ ഉപദ്രവിച്ചവരെ, എന്നെ ഇതുപോലെ പീഡിപ്പിച്ചവരെ, ഞാൻ അനുഭവിച്ച വിഷമത്തിന് തക്കതായ ശിക്ഷ കിട്ടിയെന്ന് അതിജീവിതയ്ക്ക് തോന്നുന്ന ഒരു വിധി മേടിച്ചു കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്, ഈ പറയുന്ന സ്റ്റേറ്റിനുണ്ട്. അത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇനി എത്രയും പെട്ടെന്ന് ഇതുപോലെ പാളിച്ചകൾ സംഭവിക്കാതെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.